السلام عليكم ورحمة الله وبركاته. الحمد لله اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله. اللهم صل على سيدنا محمد سيد الأولين. اللهم صل على سيدنا محمد سيد الآخرين. اللهم صل على سيدنا محمد إمام المتقين ورسول رب العالمين. صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാളത്തെ സൂര്യാസ്തമയത്തോടുകൂടെ പരിശുദ്ധമായ റമദാനിലെ റഹ്മത്തിന്റെ പത്തിൽ നിന്ന് മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കാരുണ്യത്തിന്റെ 10 ദിനങ്ങൾ നാം ചെയ്തു കൂട്ടിയ എല്ലാ സൽക്കർമ്മങ്ങളും ഖാലിഖായ തമ്പുരാൻ പരിപൂർണമായി നമ്മിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. പടച്ചറപ്പിന്റെ കാരുണ്യം ലഭിച്ച അടിമകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ 3 അവസരങ്ങളാണ് അവിടെ തുറന്നു വരുന്നത്. ഉലമാ പഠിപ്പിക്കുന്നുണ്ട്, 3 അവസരങ്ങളാണ് മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ തുറന്നു വരുന്നത്. അതിലൊന്നാമത്തേതായി മഹാന്മാര് പറയുന്നു, ജീവിതം പാപമംഗുലമായി തീർത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, തിന്മകളിൽ അഴിഞ്ഞാടിക്കൊണ്ട് ഹൃദയം കറുത്തുപോയവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്ത് അവർക്കുള്ളത് ആ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ശുദ്ധമായ ഹൃദയമാക്കി മാറ്റിമറിക്കാനുള്ള ഏറ്റവും വലിയ സുവർണ അവസരമാണത്. മഗ്ഫിറത്തിന്റെ പത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയത്, പാപങ്ങളിൽ കഴിഞ്ഞുകൂടിയ വിശ്വാസികൾ, ഹറാമുകൾ ഒരുപാട് ചെയ്തു കൂട്ടിയ, തിന്മകൾ ചെയ്തു കൂട്ടിയ പാപികളായ അടിമകൾ, അവരുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, അവരുടെ ജീവിതം ഒന്ന് ശുദ്ധീകരിക്കാൻ, പുതിയൊരു മനുഷ്യനായ ജീവിതം തുടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുള്ള ദിവസങ്ങളാണ് മഗ്ഫിറത്തിന്റെ 10 ദിവസങ്ങൾ. ഉലമാക്കൾ പഠിപ്പിക്കുന്നു, രണ്ടാമതായുള്ള അവസരം എന്താണ്? ഈ മഹാഭാഗ്യം, ഈ വലിയ സുവർണാവസരം അത് കേവലം ചുരുങ്ങിയ നിമിഷങ്ങളോ 5-10 മിനിറ്റുകൾക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുള്ളതല്ല. 240 മണിക്കൂറോളം അഥവാ 10 ദിവസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ അവസരങ്ങൾ മനുഷ്യർക്ക് തുറന്നിട്ടിരിക്കുകയാണ്. പാപികളായ അടിമകൾ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കാൻ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പടച്ചറപ്പിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തൗബ സ്വീകരിക്കാനുള്ള അവസരം പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാനിൽ 10 ദിവസങ്ങൾ അതിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ അവസരം എന്താണ്? ഈ മഹത്തായ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവന്റെ പ്രധാനപ്പെട്ട ചില പ്രത്യേക അടിമകൾക്ക് മാത്രമല്ല, ഔലിയാക്കൾക്ക് മാത്രമല്ല, സ്വാലിഹീങ്ങൾക്ക് മാത്രമല്ല, മറിച്ച് ഏത് അടിമകളാവട്ടെ, പാപങ്ങളിൽ കഴിഞ്ഞ് എത്ര ഹറാമുകളിൽ കൂപ്പുകുത്തിയ ജീവിതം നയിച്ചവനാവട്ടെ, ഏത് അടിമ
അടിമക്കുമുള്ള അവസരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതാണ്. ആ 10 ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ മനുഷ്യർ ഒരു തിന്മ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന് പുറത്തു തരാതിരിക്കുക എന്ന അവസരം അല്ലാഹുവിന് ഉണ്ടാക്കിയാൽ, അല്ലാഹു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരുണ്ട് അല്ലാഹുവിനോട് ചോദ്യം ചെയ്യാൻ? അല്ലാഹുവിന് അങ്ങനെ തീരുമാനിക്കാമായിരുന്നല്ലോ. പക്ഷേ പടച്ചവന്റെ കാരുണ്യം കൊണ്ട് അല്ലാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഭാഗമാണ് പാപികളായ അടിമകൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ജീവിതത്തിൽ കറകൾ ഉണ്ടാക്കിയ മനുഷ്യർ. ആ മനുഷ്യർ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തമ്പുരാനെ എന്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള 10 ദിവസങ്ങളാണ് മഗ്ഫിറത്തിന്റെ 10 അല്ലാഹു പരിശുദ്ധമായ റമദാനിൽ ഒരുക്കിയിട്ടുള്ളത്. ഓർക്കണേ മുഅ്മിനീങ്ങളെ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെയാണല്ലോ. പാപങ്ങൾ പൊറുക്കാൻ ഹബീബായ തങ്ങൾ ഈ വിഷയവുമായിട്ട് നിരന്തരം സ്വഹാബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന നിരവധി ഹദീസുകളുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതീർണമായ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. വമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما. എതിർത്തൻ തിന്മയിലായി കഴിഞ്ഞോ, സ്വന്തം ശരീരത്തോടവൻ തിന്മ ചെയ്തോ, എന്നിട്ട് അവൻ അല്ലാഹുവിലേക്ക് പാപമോചനം തേടിയാൽ, പടച്ചവനോട് പാപം പൊറുക്കാൻ വേണ്ടി അവൻ ദുആ ചെയ്താൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമാ, അവൻക്ക് ഏറെ കാരുണ്യവാനായി ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനായി അവൻക്ക് കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ തിന്മ ചെയ്താലും അല്ലാഹു പുറത്തു തരും. എന്താ ചെയ്യേണ്ടത്? പടച്ചറപ്പിലേക്കൊന്ന് ആത്മാർത്ഥമായി മടങ്ങണം. ആ ഹൃദയങ്ങളിൽ ഉണ്ടായ കറകൾ പരിപൂർണമായി മാറണമെങ്കിൽ കൃത്യമായുള്ളൊരു മടങ്ങൽ നമുക്ക് അനിവാര്യമാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുണ്ട്. ഇന്ന ഇബ്ലീസ അലൈഹി ലഅനത്തുല്ലാഹ്, ഇബ്ലീസ് ഒരിക്കൽ ലമ്മാ തറദഹു മിനൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഇബ്ലീസിനെ ആട്ടിയോടിച്ചപ്പോൾ, ഖാല ലില്ലാഹ്, ഇബ്ലീസ് അല്ലാഹുവിനോട് പറയുകയാണ്, വഇസ്സതിക വജലാലിക ലാ അബ്റഹു ബനി ആദമ മാ ദാമത്തിൽ അർവാഹു ഫീഹിം. ആദം സന്തതികളിൽ റൂഹുള്ള കാലത്തോളം, ആത്മാക്കളുള്ള കാലത്തോളം പടച്ചവനെ ഞാൻ അവരെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിനോട് ഇബ്ലീസ് പറയുന്ന രംഗം. ഉടനെ അല്ലാഹു ഇബ്ലീസിനോട് പറയുകയാണ്, ഫഖാല അല്ലാഹു ലഹു വഇസ്സതി വജലാലി, എന്റെ ഇസ്സത്ത് തന്നെയാണ് സത്യം, എന്റെ ജലാല് തന്നെയാണ് സത്യം. ലാ അബ്റഹു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എന്റെ അടിമകൾ പാപങ്ങൾ ചെയ്തു പോകട്ടെ, നിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോയവർ വഴിപിഴച്ചാലും അവർ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, ലാ അബ്റഹു അഗ്ഫിറു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് മറുപടി പറഞ്ഞ രംഗം ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് തിന്മകൾ ചെയ്ത് നമുക്കൊക്കെ ചിലപ്പോൾ ചിലർക്ക് സംശയമുണ്ടാകും, അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു തരുമോ? അതിന് മാത്രം വൃത്തികെട്ട തിന്മകളാണ് ഞാൻ ചെയ്തത്. ഉസ്താദിനോടൊന്നും പറയാൻ പറ്റൂല. ഞാനങ്ങനെ തുടങ്ങിയ ഉസ്താദിന്റെ നെഞ്ചു പൊട്ടിപ്പോവും. അമ്മാരി തെറ്റാ ഞാൻ ചെയ്തത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞാലും
നമ്മൾ ആലോചിക്കണം. ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, യബ്ന ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആദം സന്തതികളെ, മനുഷ്യരെ, ഇന്നക മാ ദഅൗതനി വ റജൗതനി ഗഫർതു ലക, നിങ്ങൾ ആത്മാർത്ഥമായി എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് തൗബ ചെയ്ത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഗഫർതു ലക മാ കാന മിൻക, നിന്നിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും ഞാൻ പൊറുത്തു തരുന്നവനാണ്. വലാ ഉബാലി, നിന്റെ തിന്മയുടെ വണ്ണം എനിക്കൊരു പ്രശ്നമല്ല മോനെ, നിന്റെ തിന്മയുടെ കാഠിന്യം എനിക്കൊരു പ്രശ്നമല്ല സഹോദര. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നു, യബ്ന ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആദം സന്തതികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ, അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ആദം സന്തതികളെ, നിന്റെ പാപങ്ങൾ ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ, ആകാശങ്ങൾ കണക്കെ ഉയർച്ചയിൽ അട്ടിയട്ടിയായി നിന്റെ പാപങ്ങളിട്ട് ആകാശം മുഴുക്കെ തട്ടിയാലും സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് പാപം പൊറുക്കലിന് വേണ്ടി തേടിയാൽ, ആകാശം മുട്ടക്കണക്ക് അത്രയൊന്നും നമ്മൾ തിന്മ ചെയ്തിട്ടില്ലല്ലോ. ആകാശം മുട്ടാൻ മാത്രം അല്ലാഹു പഠിപ്പിക്കാൻ, ആകാശം നിറയുമാറുള്ള തിന്മകൾ നീ ചെയ്തു കൂട്ടിയാലും എന്നിട്ട് നീ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും സഹോദര. അടിമ, എന്റെ ദാസനെ, ഞാൻ നിനക്ക് പുറത്തു തരും. യബ്ന ആദം, ആദം സന്തതിയെ മൂന്നാമതും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ലൗ അതൈതനി ബിഖറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ തിന്മകളുമായി നീ എന്നിലേക്ക് കടന്നു വന്നാൽ, എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുകയാണ്, ഞാനുമായി മറ്റൊരാളെ നീ പങ്കുവെക്കുന്നില്ല, നീ ശിർക്കൊന്നും ചെയ്യുന്നില്ല, മറ്റൊരാളെ ആരാധ്യനായിട്ട് ഉടമയായിട്ട് നീ കാണുന്നില്ല, അങ്ങനെ നീ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ട് പാപം പൊറുക്കലുമായി ഞാൻ നിന്നിലേക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്തൊരു വലിയ ആശയമാണ്. എത്ര വലിയ തിന്മ ചെയ്ത ആളാണെങ്കിലും, എത്ര പാപക്കറകളിൽ കറുത്തുപോയ ഹൃദയമുള്ളവരാണെങ്കിലും, പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയാൽ അല്ലാഹു ആ വിളിക്കുത്തരം നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ കടക്കാനിരിക്കുമ്പോ പടച്ച റബ്ബിന്റെ പാപമോചനം ലഭിച്ച അടിമകൾ നമ്മൾ പെട്ടുപോകാൻ 2-3 നിബന്ധനകൾ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ആ മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായൊരു ബാധ്യതയില്ലാതിരിക്കുക എന്നതാണ്. കടമാവട്ടെ, മറ്റു ശാരീരികമായ ഏതെങ്കിലും വിഷമങ്ങളാവട്ടെ, അതൊന്നുമില്ലാതെ ഒരാളോടും ബാധ്യതയില്ലാത്ത രീതിയിലായിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കേണ്ടത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ മനുഷ്യരുമായി പ്രയാസങ്ങളില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, വിദ്വേഷമില്ലാത്ത ഹൃദയമായി കൊണ്ടായിരിക്കണം പടച്ച റബ്ബിലേക്ക് അവൻ മടങ്ങേണ്ടത്. കടങ്ങൾ പ്രത്യേകിച്ചും കടമുള്ളവരല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടമുണ്ടായിരുന്നൊരു മയ്യിത്തിനെ നബി തങ്ങൾ നിസ്കരിച്ചില്ലല്ലോ. ഹദീസിലുള്ള ചരിത്രമാണ്, നമുക്കറിയാം. കാരണം എന്താ? നബി തങ്ങൾ അങ്ങനെ നിസ്കരിച്ചിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു വർഹമു എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉത്തരം നൽകും. പടച്ചവനെ തീരുമാനിച്ചിട്ടില്ല, അല്ലാഹു കൃത്യമായി പറഞ്ഞതുമാണ്.
മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ, ഹുഖൂഖുന്നാസ്, ജനങ്ങളുമായുള്ള പരസ്പരം ബാധ്യതകൾ, അത് അവർ തമ്മിൽ തന്നെ വിടണം. ആ ബാധ്യതകളൊന്നും വീട്ടാതെ എത്ര വർഷം മക്കയിൽ പോയി പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞാലും അള്ളാഹു പുറത്തുള്ള കാരണം അള്ളാഹു മനുഷ്യർ തമ്മിലുള്ള ബാധ്യതകൾ പടച്ചറപ്പ് ഇടപെടാത്തതാണ്. കടമാവട്ടെ മറ്റേത് രീതിയിലും വിഷമിപ്പിച്ചവർ ആവട്ടെ, വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ സംസാരം കൊണ്ട് കമന്റുകൾ കൊണ്ട് റീലുകൾ കൊണ്ട് വീഡിയോകളിലൂടെ ഫെയിമിന് വേണ്ടിയിട്ട്, പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട്, സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്, ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് പല രീതിയിൽ പല കോപ്രായങ്ങളും ചെയ്യുന്ന കാലമാണല്ലോ ഇത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം ഒരു മനുഷ്യനെ വ്യക്തിഹത്യയാക്കി കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ഇസ്സത്തിനെ നമ്മൾ കേടുവരുത്തിയാൽ, അഭിമാനത്തിന് നമ്മൾ ക്ഷതമേൽപ്പിച്ചാൽ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തരികയില്ല. അല്ലാഹു മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകൾ, ബാധ്യതകൾ പടച്ചറപ്പ് തീർക്കുകയില്ല, പുറത്തു തരികയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കാരുണ്യത്തിന്റെ പത്താൻ, കരുണയുടെ പത്താൻ ഇതാ ഒരു ദിവസങ്ങൾക്കകലെ നമ്മളിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. ഈ കാരുണ്യത്തിന്റെ പത്തിൽ പരസ്പരം കാരുണ്യം കാണിക്കുക. വീട്ടുകാരോട്, ബന്ധുക്കളോട്, പരിചയക്കാരോട്, സുഹൃത്തുക്കളോട് കാരുണ്യത്തോടുകൂടെ നമ്മൾ വർത്തിക്കുക. എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തു കൊടുത്ത് ഇണക്കമായി ബന്ധങ്ങൾ പുതുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മല്ലാ യർഹമു ലാ യർഹം. കരുണ കാണിക്കാത്തവന് അല്ലാഹുവിൽ നിന്ന് കരുണ ലഭിക്കുകയില്ല. വമല്ലാ യഗ്ഫിറു ലാ യഗ്ഫർ ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും മനുഷ്യർ തമ്മിൽ പരസ്പരം പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ, പുറത്തു കൊടുത്തില്ലെങ്കിൽ ഉടയ തമ്പുരാൻ നിനക്കും പുറത്തു തരികയില്ലെന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബാധ്യതകളും അവർ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം. സലീമുൽ ഖൽബായിരിക്കണം. ഹൃദയം സുരക്ഷിതമായ രീതിയിൽ, നിഷ്കളങ്കമായ രീതിയിൽ, ശുദ്ധമായ രീതിയിൽ, ആരോടും പിണക്കമില്ലാതെ, ആരോടും വിരോധമില്ലാതെ, വിദ്വേഷമില്ലാതെ, അടിമകളോടെല്ലാം നല്ല ബന്ധത്തോടെ, നല്ല മനസ്സോടുകൂടെയുള്ള ആ സുന്ദരമായ മനസ്സോടെയായിരിക്കണം അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തേണ്ടത്. ഖിയാമത്ത് നാളിൽ ആ മനസ്സുള്ള ആളുകൾക്കാണ് വിജയമെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചത്തിൽ പറഞ്ഞത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. ഒരുപാട് സമ്പത്തുകളോ ഒരുപാട് മക്കളുണ്ടായിട്ടോ അതൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം വരുന്നുണ്ടല്ലോ, മഹ്ശർ എന്ന് പറയുന്ന ദിവസം. മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ എത്ര വലിയ സമ്പാദ്യമുണ്ടായിട്ടും കാര്യമില്ല സഹോദരങ്ങളെ, ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. അവിടെ രക്ഷപ്പെടുന്നതാരാ? അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞുവല്ലോ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമുൽ ഖൽബാണ്, ആരോടും വെറുപ്പില്ലാത്ത ഹൃദയമാണ്, എല്ലാവരോടും സ്നേഹത്തോടെ, ഒരു ടെൻഷൻ ഇല്ലാതെ, ആരോടും ഒരു വൈരാഗ്യമില്ലാത്ത നല്ല ഹൃദയത്തിനുടമയായി ആരൊക്കെ അവിടെ വന്നോ അവർക്കാണ് രക്ഷ എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുമ്പോ ആ സലീമുൽ ഖൽബാണ് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിന്, പടച്ചറപ്പിന്റെ കാരുണ്യത്തിന്, അവിടുത്തെ തൃപ്തിയോടെയുള്ള നോട്ടത്തിനെല്ലാം അടിസ്ഥാനമായി നാം കാണേണ്ടത് ഹൃദയം ശുദ്ധമായിരിക്കണം. മറ്റുള്ളവരോട്, നാമുമായി ബന്ധപ്പെട്ടവരോടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിബിധങ്ങൾ കരഞ്ഞു പോയ നിരന്തരം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിതാബുകൾ വരെയുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കരച്ചിലുകൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങൾ കരഞ്ഞു പോയ ഒരു സന്ദർഭമാണ് ബദരിയായ സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ ഖറാർ
റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പിതാവിന്റെ സഹോദരനാണ്, ബദരിയാണ്, ബദറിൽ പങ്കെടുത്തവരാണ്. അവരുടെ ഷഹാദത്തിന്, അവർ രക്തസാക്ഷിയാവാൻ കാരണമായ വഹ്ശി എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ വ്യക്തി, വഹ്ശി ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായവരാണ്, ഘാതകനാണ്. ബഹുമാനപ്പെട്ടവരെ യുദ്ധത്തിൽ കൊന്നുകളയാൻ കാരണമായത് വഹ്ശിയാണ്. ഈ വഹ്ശിക്ക് മനം മാറ്റമുണ്ടാക്കുന്ന സന്ദർഭമുണ്ട്. നിബിധങ്ങൾക്ക് അത്രയും വിഷമമായിരുന്നു. വഹ്ശിക്ക് വരുന്ന ആ ഭാഗത്തൂടെ വരുമ്പോഴേ ഹദീസിലുണ്ട്, നിബിധങ്ങൾ മുഖം തിരിക്കും, നോക്കാൻ പോലും വിഷമാണ്. അത്രയും നിബിധങ്ങൾക്ക് ഹൃദയത്തിന് വേദന ഉണ്ടാക്കിയതാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിടവാങ്ങൽ. ആ വഹ്ശിക്ക് മനം നൊന്ത് ഇസ്ലാമിലേക്ക് വരണമെന്ന ഭൂതി. എന്താ ചെയ്യുക? മക്കയിൽ നിന്ന് പരിശുദ്ധമായ മദീനയിലേക്ക് കത്തെഴുതുകയാണ്. ഇന്നി ഉരീദു അൻ അസ്ലമ, എനിക്ക് മുസ്ലിമാവാൻ ആഗ്രഹമുണ്ട്. നിബിധങ്ങൾ ഈ കത്ത് കണ്ടു. നിബിധങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഉടനെ വന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. നിബിധങ്ങൾ കോതിക്കൊടുക്കുകയാണ്. ഖുൽ, നബിയെ അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തിന്മ ചെയ്ത ആളുകൾ, ഹറാമുകളിൽ കഴിഞ്ഞുകൂടിയ ആളുകൾ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ട് ജീവിതത്തിൽ ഹറാമുകൾ ചെയ്ത ആളുകൾ, പാപങ്ങൾ ചെയ്ത ആളുകൾ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവരാരും നിരാശരാവരുത്. അല്ലാഹു നിങ്ങൾക്കെല്ലാം പുറത്തു തരുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തിന്മകളും എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണെന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവതീർണമാവുകയാണ്. ആ ആയത്ത് കാരണമാണ് വഹ്ശി മുസ്ലിമാവുന്നത്. നബിതങ്ങൾ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചു. ആരോടും വിദ്വേഷമില്ല. നബിതങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പിതൃ സഹോദരനായിരുന്നല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ നിയമം ഇങ്ങനെയാണ്. നബിതങ്ങൾ പുറത്തു കൊടുത്തു. മുസ്ലിമായി സ്വഹാബിയല്ലേ വഹ്ശി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ മഗ്ഫിറത്തിന്റെ പത്ത് നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയുള്ളതാകണം. ഏത് തിന്മകൾ ചെയ്തവനാണെങ്കിലും, ഏത് കൂരാകൂതിരട്ടിലും, ആരും അറിയാതെ ഏത് രീതിയിലൊക്കെ എന്റെ ഹറാമുകൾ ചെയ്താലും സലീമുൽ ഖൽബായിട്ട് എല്ലാതും ഞാൻ പുറത്തു തന്നു എന്ന് പടച്ചവനോട് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്ത്, മനുഷ്യരോടുള്ള ബാധ്യതകളൊക്കെ ഞാൻ വീട്ടിയെന്ന് അള്ളാഹുവിനോടും ആരോടൊക്കെ അറിയിക്കാനുണ്ടോ അവരെയൊക്കെ അറിയിച്ച് ഇണക്കങ്ങളൊക്കെ മാറ്റി സലീമുൽ ഖൽബായിട്ട് പടച്ച റബ്ബിലേക്കൊന്ന് കൈ ഉയർത്തിയാൽ ആ കൈകൾ അർശ് മുട്ടും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും അവന്റെ കാരുണ്യം കൊണ്ട് പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.